ഹലോ, ഗുഡ് മോർണിംഗ്. ചൂടുവെള്ളം ചായ കട്ട്. ചായ ഇനി കുറച്ച് ദിവസത്തേക്ക് വേണ്ട, മധുരം ഇങ്ങോട്ട് ഒഴിവാക്കാം. രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളം കുടിച്ചോണ്ട് നല്ല വലിയൊരത് കുടിക്കണ്ട കേട്ടോ. അപ്പോൾ എന്തൊക്കെയാ, ഹാപ്പി ആയിട്ടിരിക്കണോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കണോ? നീച്ചോ? എല്ലാവരും നീച്ചോളി, സമയമായിട്ടോ. ചിലരെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സമയം ഇപ്പം 6:30 ഉണ്ടാവും. നമ്മൾ സമയം ഇപ്പം നോക്കുന്നില്ല. ആറില്ല കേട്ടോ, 7 ഇന്ന് നമ്മൾ നേരം വൈകി. അപ്പം നമ്മളിന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി ചപ്പാത്തി ചൂടാൻ പോവാണ്. നന്നായിട്ട് കിടന്നുറങ്ങി, ഉറങ്ങി. ഇന്ന് നേരം വൈകിട്ട് അമ്പലത്തിൽ വിളക്കൊക്കെ നേട്ടം കടിച്ച് ഞാൻ ഉറങ്ങിയ എന്താ കിടന്നുറങ്ങും. അമ്മായി വിചാരിച്ചു, നമ്മൾ ശേഷം കിടന്നോട്ടെ വിചാരിച്ചു. അമ്മായി വിളിച്ചില്ല, കുറെ കഴിഞ്ഞ അമ്മായി വിളിച്ച. അപ്പം ഗുഡ് മോർണിംഗ് വീഡിയോയിൽ വന്നതാണ് ഞാൻ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, ഫുഡെല്ലാം കഴിക്കണം, മഴ കൊള്ളരുത്, കുട എടുക്കണം. നല്ല അന്തരീക്ഷം, ഇന്ന് മഴയൊന്നുമില്ല വെച്ചാൽ കുട എടുക്കാണ്ടിരിക്കണ്ട. കുട ബാഗ് കരുതിക്കൂളി. എല്ലാവരും, വീട്ടമ്മമാരും എല്ലാ മക്കളും എല്ലാവരും പിന്നെ കുട എടുക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കുടയൊക്കെ എടുക്കണം. ആൺകുട്ടിയൊക്കെ ഉണ്ട് പുളൂസാക്കി കുടയൊന്നും എടുക്കാണ്ട പോകുന്ന പരിപാടി. അത് വേണ്ട, കുട എടുത്തോളൂ. മഴ കൊള്ളണ്ട, പനി പിടിച്ചാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ ചപ്പാത്തി ഒന്ന് പരത്തിട്ടാലോ അതിലേക്ക്. യെസ്, അപ്പം നമ്മൾ ചപ്പാത്തി പരത്തിയിട്ട് പിന്നെ എന്താ പറഞ്ഞുകൊണ്ടൊന്ന് എല്ലാവരും മഴ കൊള്ളരുതെന്നല്ലേ. നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് പുതിയ കുട കിട്ടിയാൽ സ്കൂളിൽ പോകും. മഴ പെയ്യാഞ്ഞ സങ്കടമല്ലേ, മഴയൊന്ന് പെയ്തിട്ട് ആ കുട നോർത്തി പിടിക്കാൻ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ. മഴ കുട മഴ വന്നാൽ പൊക്കിക്കൂട. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മളെ മോളെ ബർത്ത്ഡേ ആയിട്ട് ജൂലൈ 26 എല്ലാവരും വിഷ് ചെയ്യണം. പ്രാവശ്യം എൻ്റെ മോളെ ബർത്ത്ഡേ എല്ലാവരും വിഷ് ചെയ്യും. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ വിഷ് ചെയ്യും, എന്നോട് ഇഷ്ടമുള്ളവരൊക്കെ വിഷ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവക്ക് ഞാനൊരു നല്ല ഹണി റോസ് ഇടുന്നൊരു ഫ്രോക്കുണ്ട്, പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് അവിടെ എത്തുമെന്ന് അറിയില്ല, എന്നാലും വേണ്ടിയില്ല, നമ്മളടിച്ച് നമുക്ക് മനസ്സമാധാനം. എല്ലാ പ്രാവശ്യം അവിടെ എത്തിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ പോകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിടാറുണ്ട്. പിന്നെ പ്രാവശ്യം ആരെയുണ്ടോ അറിയില്ല, അല്ലെങ്കിൽ കൊറിയർ അയക്കാൻ പറ്റുമോ അറിയില്ല. കൊറിയറൊക്കെ അയക്കുമ്പോൾ ഞാൻ അത് വാങ്ങുന്നതിനേക്കാളും വലിയാണ് അത് അവിടെ എത്തിക്കാൻ. അപ്പം ആരെയും പോകുന്നുണ്ടെങ്കിലൊക്കെ കൊടുത്തയക്കും, അത്രയൊക്കെ തന്നെ. പിന്നെ അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഗുഡ് മോർണിംഗ് വീഡിയോ ഞാനിവിടെ നിർത്താണ്. ചപ്പാത്തി ചുടാണ്ട്, പിന്നെ കുറച്ച് ചുടാനുണ്ട്. നമ്മളെ ഫേവറേറ്റ് പാത്രത്തിൽ. ഇതിൽ നല്ല സുഖ, പൊടി കുഴച്ചാൽ പറ്റി പിടിക്കൂല. എന്ത് മേക്കൊക്കെ വേഗം തേച്ചാൽ പോകും. അപ്പൊ ഇത് എപ്പോഴും എൻ്റെ കൈക്കൽ ശീലം പോലെ ഉണ്ടാവും ഈ പാത്രം. എത്ര ശീലയുടെ പാത്രം ഉണ്ടായാലും എനിക്കതൊരു, ഞാൻ അത് വിടക്കാമത്തിന് ഞാൻ അങ്ങനെ തന്നെ വാങ്ങും കേട്ടോ. അപ്പോൾ ചേട്ടാ, എല്ലാവരും തന്നെ പാടി അങ്ങനെ പോയിക്കോളിട്ടാ. നല്ല സന്തോഷമായിട്ട് തന്നെന്നും താനെന്നും താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിൻ്റെ ഓമനകൾ കാടിൻ്റെ കിങ്ങിണികൾ. അപ്പൊ ടാറ്റാ, അടുത്ത വീഡിയോ കാണാം. നമ്മളെ ചപ്പാത്തി
നമ്മൾ ഇന്നേക്കുള്ള മുട്ട റോസ്റ്റും ചപ്പാത്തി. നമുക്ക് പോവാം. പിന്നെ ചായ എടുക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് ചായ കുടിക്കുമ്പോ ലവ് യു ഉമ്മ അത് പറയാൻ മറന്നുപോയി. അതാണ് ഞാൻ വീണ്ടും വന്നത്. നമുക്ക് ചായ വെച്ചാലോ? എന്നിട്ട് ചായ എന്നിട്ട് ചായയും വെച്ചിരിക്കാം. പെട്ടിന്ന് ഇറങ്ങിയിരിക്കുന്നു. ഓന് വേണ്ട, എന്നാലും ഇത്ര നേരത്തിന് കഴിക്കില്ല. ഓനും അമ്മായിക്കൊക്കെ ചപ്പാത്തിയാണ് വെച്ചിരുന്നു. ഉച്ചക്ക് ഹലോ വൈസ് നമ്മളെ ജീവനെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അവന് ശൂഷി പഠിക്കാൻ പുറത്തെത്തിയതാണ്. അപ്പോൾ ഇച്ചിരി നേരം അവിടെ നോട്ടെ. നമ്മളെ മീമി കുട്ടികൾക്കൊക്കെ നമ്മളിന്ന് രാവിലെ ഫുഡെല്ലാം കൊടുത്തതാണ്. കുഞ്ഞുമക്കളെ അയ്യോടാ, കുഞ്ഞുമക്കൾ വന്നു. നമുക്ക് ഒരു സ്പെഷ്യൽ ഇല ഉണ്ട്, അത് പറിക്കാൻ വേണ്ടി നമ്മൾ വരികയാണ്. നമ്മളെ മകൻ അതാ വരുന്നത്, കൈലാസ്നാഥൻ. മക്കൾക്കുള്ള ഫുഡൊക്കെ ഉണ്ട് തോന്നും. ചിക്കൻ്റെ എല്ലൊക്കെ വാങ്ങും. ഇതാട്ടോ നമ്മളെ കൈതപ്പൂവിൻ കന്നിക്കുരുത്തി. തൊട്ടില്ല എന്നുള്ളൊരു പാട്ടുണ്ട്. കൈതപ്പൂവിൻ കനിക്കുരു തൊട്ടില്ല. ഇതാണ് നമ്മളെ ചിക്കനിലിടുന്ന ഇല. നമ്മളത് പറിച്ചു. പിന്നെ നമ്മൾ ചിക്കനാണ് വാങ്ങുന്നത്. നമുക്ക് പച്ചമുളകൊക്കെ ഉണ്ട്, പക്ഷേ ഈ മരത്തുമേലൊരു പച്ചമുളക് മൂത്തുണ്ട്, അതും കൂടി ഇടാം. നമ്മളെ നാടൻ പച്ചമുളക് സിയുവിനെ പുന്നാരിക്കേണ്ട. സിയുവിൻ്റെ ഫുഡ്. അയ്യോ സീവാവയ്ക്ക് ഫുഡ് വാങ്ങിയാ? സീവാവയ്ക്ക് ഫുഡ് വാങ്ങി. സീവാവയ്ക്ക് ഫുഡ് വാങ്ങി, ഞങ്ങൾക്ക് ഫുഡ് വാങ്ങിന്നോട്ടെ. അതാ എൻ്റെ കവറ്. ഹെൽമെറ്റ് എന്താ ഊരാഞ്ഞ്? സീവാവയ്ക്ക് ഫുഡ് വാങ്ങിയാ? അയ്യോടാ, ഫുഡ് വാങ്ങിയല്ലോ. ഞങ്ങൾ രാത്രി മാത്രം അവർക്ക് കൊടുക്കത്തുള്ളൂ. ഉച്ചക്ക് ചോറ്. എന്നിട്ട് ഭംഗി ഉണ്ടാക്കട്ടെ. തുന്തരി പെണ്ണാണ് നോക്കട്ടെ. തുന്തരി പെണ്ണാണ്, തുന്തരി പെണ്ണാണ്, എന്നാ തുന്തരി പെണ്ണാണ്. തുന്തരി പെണ്ണാണ്, തുന്തരി പെണ്ണ്. അമ്മായിൻ്റെ ഡ്യൂട്ടിയാണ് തിരിയിടാൻ. ആളുണ്ടെങ്കിൽ വരാൻ പറയും തിരിയിടാൻ. അമ്മായിൻ്റെ പണിക്ക് ആളുണ്ടെങ്കിൽ വന്നോളാം. എത്ര കൊടുക്കും നിങ്ങൾ മാസത്തിൽ സാലറി? പെൻഷൻ കിട്ടുന്ന പൈസ കൊടുക്കേക്കും. അമ്മയ്ക്ക് കൈക്ക് പെരണ്ടി വേദന, തിരിയിടാൻ വയ്യാത. അപ്പൊ ഒരാളുണ്ടെങ്കിൽ ഇതുണ്ടോ അയ്യോ. തേങ്ങ, പച്ചമുളക് ഇതുപോലെ രേഷം കൂടി എടുത്തേക്കണം. കറിവേപ്പില, ഉള്ളി പൊളിച്ച തോല്, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ഒരു സ്പൂണിൻ്റെ പകുതി മുളക് കുഴച്ച് വെച്ചത് നമ്മളെ ചിക്കൻ, ഉള്ളി, തക്കാളി എന്നിവ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് അങ്ങനെ ലയിച്ച് വേവിച്ചു. ഇതങ്ങോട്ട് അതിലേക്ക് ഒഴിച്ച് നമ്മൾ ഉള്ളിയും തക്കാളിയും നമ്മുടെ സ്പെഷ്യൽ അല്ലേ. ഈ വെള്ളം വെറും വെള്ളമല്ല, നമ്മളെ കുക്കർ കഴുകി വയ്ക്കുകയാണ്. പക്ഷെ ഇത് വെറും പച്ചവെള്ളമല്ല, ഇത് നമ്മളെ തേങ്ങ പൊട്ടിച്ച വെള്ളമാണ്. അത് നമ്മൾ ഒഴിവാക്കിയില്ല. അങ്ങനെ ഗ്യാസ് കത്തിച്ചു. നമ്മൾ അതടുപ്പത്ത് വെച്ചു. ചോറ് ഇറക്കി വെച്ചിട്ട് നമ്മൾ ചോറായോ നോക്കാം. ചോറായല്ലോ, നമുക്ക് വാർക്കാട്ടോ. നമുക്ക് ഒരു മുറി തേങ്ങ ചെറുവിയാലോ. ഒരു മുറി തേങ്ങ
നമ്മൾ ചിക്കൻ വെന്തു, അതൊന്നും കൂടി വേകട്ടെ. അപ്പോഴേക്കും നമുക്കിതൊന്ന് ആട്ടിയെടുക്കാം. വെളുത്തുള്ളി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു കരണ്ടി ഉള്ളി, ഇഞ്ചി വട്ടത്തിലരിഞ്ഞത്, പച്ചമുളക് 4 നമുക്ക് അടിച്ചാലോ. ഇച്ചിരി വെള്ളം പേശൊക്കെ അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അരപ്പയിലേക്ക് ചേർത്ത് ഇത്ര എടുത്തോളേ. നമ്മൾ കറിക്കായി നമ്മൾ കറി ഓഫ് ചെയ്യാൻ പോവാണ്. കറിവേപ്പിലൊക്കെ നമ്മൾ അതിലിട്ട് നമ്മൾ ഈ പാല്, സൂപ്പർ പാലാണ്. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കില്ല കേട്ടോ. അപ്പോഴേക്ക് ഇവിടെ ഒരാൾ ചൂടാവുന്നുണ്ട്. ഒന്ന് തുള്ളട്ടെ, നമുക്കത് മൂടിക്കിടാം. നമ്മൾ നമ്മുടെ പപ്പടം പൊരിച്ച് മീൻ കറി വെക്കുന്നു. അങ്ങനെ നമ്മൾ കറി റെഡി. കുറച്ച് സെറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കും. നല്ല അമ്മായിക്കും ഇഷ്ടമായി, അപ്പൂവിനും ഇഷ്ടമായി, ഉണ്ണിയൊക്കെ ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ട് വെക്കും. ഇനി അടുത്ത കറി വേറെ ഡിസൈനിൽ വെക്കുമ്പോൾ നമുക്ക് കാണാം. നമുക്ക് ഉച്ചയൂണിൻ്റെ നേരത്തെ കാണാം. ടാറ്റാ ബൈ ബൈ. ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കട്ടെ. നമ്മുടെ കുട്ടി വിശന്നിരിക്കുകയാണ്. അവർക്ക് ആദ്യം ചോറ് കൊടുക്കട്ടെ. നമ്മളത് ഇതിൻ്റെ അകത്തിട്ടൊന്ന് കുഴയ്ക്കാമല്ലോ, എന്നാൽ പാത്രം അങ്ങോട്ട് കഴുകാമല്ലോ. അപ്പം ഒന്ന് നമ്മളെ ചോറ് ഒന്ന് വെന്തോന്നൊരു സംശയമുണ്ട്. അരി രേശം കൂടിപ്പോയി, അതിൻ്റെ പ്രശ്നം. അപ്പം അതിൽ തിങ്ങി നിന്നിട്ട് 2 പേർക്കും കൂടിയാണ് അത് മതി. അവരത്രയും തിന്നോളൂ. എനിക്കാണ് അവർക്ക് കൊടുത്താലും കൂടിയും തീരൂല. ഇനി നമുക്ക് ഇത്തിരി കൂടി കറി വയ്ക്കാം. നടക്കടാ, ചോറിനാൻ പോവാ. നടന്നൂടെ? ഓ എന്തൊരോട്ട. ചോറൊക്കെ കുഴച്ച് ചൂട് അയ്യോ ഹായ് അയ്യോ ചോറത്തിന് എന്തോ എല്ലാവരും ചോറുന്നാണ്. അമ്മായി ചോറുന്ന് നമ്മൾ കഴിക്കാൻ പോകണം. കുഞ്ഞ് നാമം ജയിക്കാൻ പോയില്ല. അമ്മായി ദീപം കൊണ്ടുപോയല്ലോ. നാമം ജപിക്കുന്ന അമ്മായിയും മോനെ നാമം ചോദിക്കാം. അയ്യോ കുട്ടിൻ്റെ നാട്ടൊട്ടിക്കണേ. ഹലോ, തൊണ്ടയിൽ കിച്ച് നമുക്കൊന്ന് ഇച്ചിരി വെള്ളം കുടിക്കാം. ആ വലിയൊരു ചെക്ക് എൻ്റെ സ്വർണ്ണേച്ചി വാങ്ങുമ്പോൾ വാങ്ങണ്ട. ഞാൻ നന്നായിട്ട് വെള്ളം കൊണ്ടുവയ്ക്കാൻ വേണ്ടി വാങ്ങിയത്. എൻ്റെ ഉണ്ണിയാറിൻ്റെ ചെറിയൻ്റെ ചുവട്ടിൽ വെള്ളം വെക്കണം. അപ്പോൾ നമ്മൾ ചെറിയൊരു ജഗ്ഗിലും വലിയൊരു ജഗ്ഗിലും വെക്കും വെള്ളം. അപ്പം നമ്മളെ
നെറുന്തലയില് നിറച്ച മുടി ഇതാ കണ്ടുകൊണ്ടേക്കുന്ന കൈസ് നേരെയൊക്കെ വന്നു. എന്തിരീ ഈ പ്രായത്തിൽ ഇത്ര നേരയല്ലേ ഉള്ളൂ. കുഞ്ഞി പ്രായമുള്ള മക്കളെ എത്രമാതിരി നരച്ച് കിടക്കണം. കുഴപ്പമില്ലാന്ന് നമ്മൾ കറുപ്പിക്കില്ല. കറുപ്പിച്ച് കഴിഞ്ഞ കഥ പിന്നെ മൊത്തം വെള്ളയിൽ പോവും. അപ്പം നമ്മൾ പോന്നോടത്തോളം പോട്ടെ. പിന്നല്ല പിന്നെന്തൊക്കെയാ, അത് വല്ലാത്തൊരു കാണലായിപ്പോയല്ല. അത് നമ്മൾ നേറെടുത്ത് ഇങ്ങോട്ടും ആക്കട്ടെ, കുഴപ്പമില്ല. പിന്നെ വീഡിയോ കട്ടാക്കണം. എന്ത് കണ്ടോ? നിര കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. ഹലോ, നമ്മൾ ഗുഡ് നൈറ്റ് വീഡിയോയിൽ വന്നതാണ്. അപ്പം ഇന്നെ തെരഞ്ഞ ഒരാൾ വന്ന് നിൽക്കണുണ്ടോ? ഇന്നെ ഉമ്മക്കാൻ വന്നതാണ്. എനിക്ക് എന്തെല്ലാം സ്മെല്ലുണ്ട്. എന്താ വാവേ? എന്താണ് ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഒക്കത്തിലോ എൻ്റെ കൂടത്തിൽ തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചെറിയ മക്കളുള്ള പോലെയാണ്. അപ്പോൾ ഞാൻ ഗുഡ് നൈറ്റ് വീഡിയോയിൽ വന്നാൽ ഈ ഉണ്ണിയേട്ടനെ എന്തിനാ കിടപ്പ് വിളിച്ച് വെച്ചോളൂ ഒന്നുകൂടി വിളിക്കണ്ടേ. ഞാൻ എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളുള്ളൊന്ന് എൻ്റെ ഡെക്സവേ വന്നിട്ടുന്നുണ്ടോ? ഇതാണ് ഇവൻ്റെ പണി. അപ്പോൾ പിന്നെ ഒന്നും കൂടി എന്താ വേണ്ടതെന്ന് വയ്ക്കാനാണ്. എനിക്കൊരു ചെറിയൊരു പനിയും കിട്ടിയൊരു ലക്ഷണമുണ്ട്. അപ്പം പനീൻ്റെ ഗുളിക വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പ്രാവശ്യം വിളിച്ച് പനി ഉണ്ടോ, ഗുളിക വാങ്ങണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് അത് ഞാൻ ഗുളികയൊന്നും പറഞ്ഞില്ലേന്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി വാങ്ങിച്ചോന്ന്. ഇപ്പം രണ്ടാമത് വെച്ച് പിന്നെ എന്തേനി പറഞ്ഞതെന്ന് വയ്ക്കാൻ വണ്ടി വിളിച്ച അതവിടെ ആക്കട്ടെ. അപ്പം ഞാൻ ഗുഡ് നൈറ്റ് വീഡിയോ വന്നതാണ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് എൻ്റെ മക്കളെല്ലാം വീട്ടിലെത്തി, മേലൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ച് സൂപ്പറായിട്ട് ഇരിക്കായിരിക്കുന്നതാണ് എൻ്റെ വിചാരം. ഞാൻ മനസ്സിൽ അങ്ങനെ കാണുന്നു നിങ്ങളെല്ലാവരും. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ മോളെ ഉടുപ്പടിച്ചതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് പോയിട്ട് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പം നമ്മളെ മോള് കണ്ടിട്ട് പോയി ഒരു അഭിപ്രായം പറഞ്ഞില്ല, നേരെ ഇല്ല എന്നാണ് തോന്നുന്നത്. ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ കട്ടാക്കി. അവൾ ഓഫീസിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അവളെ അടുത്തുനിന്ന് ഞാൻ വലിയ അഭിപ്രായങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കാറില്ല. എത്ര നല്ലപോലെ അടിച്ചാലും വല്ലാതെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതൊന്നും പറയാം, അങ്ങനെ ഒരു അഭിപ്രായങ്ങളെ അറിയില്ല. അങ്ങനെയാണ്. അപ്പം പിന്നെന്തൊക്കെയാ, ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? പിന്നെ ഞാൻ വീഡിയോ നിർത്താൻ പോവാണെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ രാവിലത്തെ വീഡിയോയിൽ വന്ന് ഉച്ചത്തെ വീഡിയോയിൽ ഫുഡ് കഴിക്കണേൽ ഞാൻ ഇന്നും ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ചത്. കാരണം എനിക്കൊരു ചെറിയൊരു ഉള്ളിപ്പനി ഉണ്ട് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഭക്ഷണത്തിനൊരു ചെറിയ മനസ്സേട്. അതുകൊണ്ട് ഞാൻ ഇന്നും കഞ്ഞി കുടിക്കുന്ന എന്തിനാ വീഡിയോയിൽ ഇടുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഞ്ഞി വീഡിയോയിൽ വരാതിരുന്നത്. അപ്പോൾ അവർക്ക് ചോറ് കൊടുത്ത് ഒരു തിന്നിയാണെടുത്ത് ഞാൻ കഞ്ഞി എടുത്ത് കുടിച്ചു. അതിൻ്റെ കഞ്ഞി എനിക്ക് വേണ്ട, കഞ്ഞി മതി. അങ്ങനെ കഞ്ഞി കഴിച്ചു. അപ്പൊ ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ കഞ്ഞി വീഡിയോയിൽ വന്നുകൂടി ഇനി വന്നു അല്ലേ? ആർക്കാ എന്റെ വീഡിയോ കാണണ്ടേ അല്ലേ? കാണോ? ഒന്നിനും സമ്മതിക്കില്ല കുട്ടികളെ. നിങ്ങൾ എന്താ പറയണ? നിങ്ങൾ കാണണ്ടാവും. ഇതാ കണ്ടോ, ഓന്റെ മടി കയറിക്കുക. അങ്ങനെയാ. ഓനിപ്പോ സോപ്പ് ഇടുന്ന എന്താ പറയാ, ഓനറിയാം ഞാൻ എൻ്റെ എല്ലാ പണി കഴിഞ്ഞ് പപ്പയ്ക്കുള്ള ഫുഡ് വരെ ഇവിടെ കൊണ്ടുവച്ച് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർക്ക് രാത്രി ഞാൻ പടികിരി കൊടുക്കും. പിന്നെ ചിക്കൻ്റെ എല്ല് വേവിച്ച് കുക്കറിലിട്ട് വിസിലടുപ്പിച്ച് പുഴുങ്ങി ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് കുറച്ച് കൊടുക്കും രാത്രി. അത് അവർക്ക് ഭയങ്കര ഇഷ്ടം. ഒറ്റയ്ക്ക് കഴിക്കുകയും ചെയ്യും. പടികിരി ആണെങ്കിലും ഒറ്റയ്ക്ക് കഴിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒന്നേ കഴിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ച് അവർ ഹാപ്പിയാണ്. അവർക്ക് ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഉറങ്ങാൻ വരണം. എക്സയ്ക്ക് അങ്ങനത്തെ പുന്നാരങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ കൊണ്ടുപോകില്ല. അവൻ ഇവിടെ തന്നെ ഡൈനിങ് ഹാൾ തന്നെ സീവാവ നമ്മൾ മറ്റേ റൂമിൽ തന്നെ നമ്മൾ കിച്ചൺ. അപ്പോൾ അവിടെ ഓനുറങ്ങി. അപ്പോൾ ഞാൻ അകത്തേക്ക് പോവാണ്. ഭയങ്കര ചൂടുണ്ട്. ഞാൻ ഫാൻ ഇട്ടില്ല, ഞാൻ സംസാരിക്കുന്ന കേൾക്കില്ല വിചാരിച്ചിട്ട്. അപ്പം നമ്മളെ വീഡിയോ ഒന്നും നീട്ടി കൊണ്ടുപോകുന്നില്ല. നാളെ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ടാറ്റ, ലവ് യു. ശുഭരാത്രി നടന്നുകൊണ്ട്
ഗുഡ് നൈറ്റ് പറയുന്നതിൻ്റെ മുന്നേ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ എന്തോ ഒരു ചെറിയൊരു മടിയുണ്ട്. മടിയെല്ലാം മറന്നു പോണതാ നമ്മൾ. അപ്പോൾ കാണുന്നതിൻ്റെ മുമ്പത്തൊന്ന് ലൈക്ക് ചെയ്താണ്ടിയേ, അപ്പം നമുക്ക് മറന്നു പോകും. അപ്പം ഞാൻ വേഗം ലൈക്ക് ചെയ്തിട്ടാണ് വീഡിയോ കാണാറ്. എല്ലാവർക്കും ലൈക്ക് കൊടുക്കും. എന്നെ പോലുള്ള ആളുകളെല്ലാം എല്ലാവരും ഒരു ലൈക്കിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ചാച്ചാ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നിട്ടുണ്ട്. ലവ് യു ഉമ്മി പറഞ്ഞത്. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.